ഇനി ഹദീസിൽ നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിന് പവിത്രതയും പ്രത്യേകതയും ഉണ്ടെന്ന് തിരുനബി തന്നെ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത്. തിങ്കളാഴ്ച ജനിച്ചത് കാരണമായി ആ ദിവസത്തിന് മഹത്വമുണ്ടെന്ന് റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു. നോമ്പെടുക്കാൻ പറഞ്ഞു എന്നാ മൗലവിമാരെങ്കിൽ നോമ്പെടുക്കി. ആ ദിവസം പായസം തിന്ന് നാട്ടിലൂടെ നടക്കുക, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെതിരായിട്ട് നടന്ന് തിന്നു കുടിക്കുക, എന്നിട്ട് ഈ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അന്ന് നോമ്പാണ്. ഇമാം ബുഖാരിന്റെ തെളിവെന്താ? അത് അന്ന് ബനൂ ഇസ്രായേലിലേക്ക് രക്ഷപ്പെടുത്തി ഫിർഔനിൽ നിന്ന്, അവർക്കും നോമ്പാണ്. ഇവരെ തെളിവെന്താ? അത് ഫീഹി ഉലുത്തു, അന്ന് ഞാൻ ജനിച്ചു. അന്ന് നോമ്പെടുക്കാനല്ലേ പറഞ്ഞു, തിന്നാനല്ലല്ലോ. അന്ന് നോമ്പ് എന്ന് പറഞ്ഞ പോത്തിനർക്കല, നോമ്പ് എന്ന് പറഞ്ഞ ബിരിയാണി വെച്ച് തിന്നാണോ? അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് ഒരു സ്ത്രീ നമസ്കരിക്കാൻ വേണ്ടി പോയാൽ അത് ഹറാമ്. അന്ന് ഇറച്ചി വാങ്ങാൻ വേണ്ടി പെണ്ണുങ്ങൾ പോയി വരിവരിക്ക് പള്ളിന് മുമ്പിൽ പോയി ഹലാലും. ഇത് എവിടുത്തെ ദീന? നിങ്ങൾക്ക് എവിടെ ഗുണമുണ്ടോ, എവിടെ ഹൈറുണ്ടോ, അവിടെ നിങ്ങൾക്ക് തെളിവുകളുണ്ട്, തെളിവുകളെ കോട്ടിമാറ്റലുകളുണ്ട്, ദുർബലമായ ഹദീസുകൾ തെളിവ് കൊണ്ടുവരിക, എന്നിട്ട് അത് ഒരു വലിയ ആചാരത്തിന് വേണ്ടി തെളിവായി ഉദ്ധരിക്കുകയും ചെയ്യാം. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു ഹദീസിൽ കാണാം, നുബുവത്തിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പേരിൽ സ്വയം അഖീഖത്ത് അറുത്തിട്ടുണ്ട്. തിരുനബി ജനിച്ച 7-ാം ദിവസത്തിൽ തന്നെ അവിടുത്തെ പേരിൽ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് അഖീഖ അറുത്തതായിട്ട് നമുക്ക് കാണാം ചരിത്രത്തിൽ. തെളിവിനില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അഖീഖ അറുത്തു. പ്രവാചകനെ വീണ്ടും തന്റെ അബ്ദുൽ മുത്തലിബ് പണ്ട് അറുത്തതിനു ശേഷം അറുത്തൂന്ന ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ലോകത്ത് ആരാ നബിദിനാഘോഷത്തിൽ തെളിവാന്ന് പറഞ്ഞത്? അത് ഒന്ന്. രണ്ടാമത്തേത് ഹദീസ് ആകട്ടെ ലൈഫുമാണ്, ദുർബലവുമാണ്. നമുക്കും തിരുജന്മത്തിൽ സന്തോഷിക്കുകയും എല്ലാവരും ഒരുമിച്ച് കൂടി മൗലീദ് കഴിക്കുകയും ഭക്ഷണം നൽകുകയും ആരാധനകൾ കൊണ്ട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യൽ സുന്നത്താക്കപ്പെടുമെന്നും. പിന്നെ ഊപ്പര് പറഞ്ഞത് മദ്ഹല്ലേന്ന. നമ്മളാരും ഒരാളെ മധു കുറിച്ച് പറഞ്ഞതിനൂടെ ആരും എതിരല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും വളരെ മോശമായ കാര്യങ്ങളും അതിര് കവിഞ്ഞ സംസാരങ്ങള് പല മൗലിദിലൂടെയും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മദ്ഹല്ല എന്നാ പറയുന്നത്. ചിലപ്പോൾ മദ്ഹ് ഉണ്ടായിരിക്കാം, പക്ഷെ ആ മദ്ഹിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത മാതൃകയില്ലാത്ത പ്രവർത്തന രൂപത്തിലൂടെ നിങ്ങൾ കൊണ്ടുവരുമ്പോ അതൊരിക്കലും ഇസ്ലാമികമായി അംഗീകരിക്കാൻ കഴിയില്ല. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കലുള്ള മണ്ണ് കാബയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് എഴുതി വെച്ചിട്ട് മാല കിതാബില് തെളിയിക്കാൻ സാധിക്കും. നിങ്ങൾ ഷിയാക്കളുടെ വിശ്വാസം, അത് നിങ്ങളുടെ ഏത് വിശ്വാസം പരിശോധിച്ചാലും ഒന്നുകിൽ ഷിയാക്കളുടേതാണ് അല്ലെങ്കിൽ ജൂതന്മാരുടെ പാരമ്പര്യമാ. ഖബർ കെട്ടിപ്പൊക്കുന്ന അടുത്തേക്ക് പോയ ജൂതന്മാര്. ഈ മൗലിദാഘോഷവും നഹ്സും മാലി മൗലൂദും പരിശോധിച്ചാല് ഷിയാക്കള് എന്തിനേറെ അള്ളാഹു അല്ലാത്തവരോട് ഖാലിഖാണെന്ന വിശ്വാസമില്ലാതെ ചോദിച്ചാൽ പ്രാർത്ഥിച്ചാൽ ശിർക്കാവുകയില്ല എന്നുള്ള വാദമുണ്ടല്ലോ. തനിച്ച ഖുമൈനിന്റെ വിശ്വാസമാണ് അത്. ഖുമൈനി കൊടുക്കുന്ന വിശദീകരണം ഉണ്ട്. എന്താണെന്നറിയോ? ഖുമൈനി പറയാണ്, ഖാലിഖാണെന്ന വിശ്വാസമില്ലാതെ, റാസിഖാണെന്ന വിശ്വാസമില്ലാതെ, റബ്ബന്റെ വിശ്വാസമില്ലാതെ ലോകത്ത് നമ്മൾ ഏതൊരാളോട് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ള ആയത്ത് മുഹയ്യദ്ദീൻ ശൈഖ് എനിക്ക് ഹിദായത്ത് തരണേ എന്ന് മുഹയ്യദ്ദീൻ ശൈഖിനോട് ചോദിച്ചാൽ തെറ്റാകുമോ എന്ന് ചോദിച്ചപ്പോൾ എന്താ മറുപടി പറഞ്ഞത്? മുഹയ്യദ്ദീൻ ശൈഖ് ഖാലിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ കുഴപ്പമില്ല, റാസിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ കുഴപ്പമില്ല. റാസിഖും ഖാലിഖും എന്ന വിശ്വാസത്തോടു കൂടി അല്ലാഹു മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് മുഹയ്യദ്ദീൻ ശൈഖിനോടും ചോദിക്കാമെന്ന് പറഞ്ഞ ആളുകളാ. നിങ്ങൾക്ക് എന്ത് ശിർക്കാ? എന്നിട്ട് ഇവിടെ ചോദിക്കാം, നിങ്ങൾക്ക് എന്ത് ശിർക്ക്, നിങ്ങൾക്ക് എന്ത് ബിദ്അത്ത്? എല്ലാ ശിർക്കും ചെയ്യാം, എല്ലാ ബിദ്അത്തും ചെയ്യാം, എല്ലാ ശിർക്കിനും വളം വെക്കുക, എല്ലാ ബിദ്അത്തുകളെയും ന്യായീകരിക്കുക. അതുകൊണ്ടൊന്നും ഈ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ കാര്യമൊക്കെ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന് വരും. സഹോദരന്മാരെ, ഇസ്ലാമിക ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അതിന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരണം. അത് ഇസ്ലാം പഠിപ്പിക്കണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ജനിച്ച ദിവസം ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ 40 മുതൽ 63 വയസ്സ് വരെ പ്രവാചകനായി ജീവിച്ചുവല്ലോ. ഒരു കാരക്കന്ന് പ്രത്യേകമായി ദാനം ചെയ്തോ, അന്നൊരു പ്രത്യേകമായി സ്വലാത്ത് ചൊല്ലിയോ, അന്ന് പ്രത്യേകമായി എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സ്വഹാബത്തോട് പഠിപ്പിച്ചോ? അതാ ഞങ്ങൾക്ക് കിട്ടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. പിന്നെയോ ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമ തലമുറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുള്ള സ്വഹാബികളും താബിഈങ്ങളും തബഉ താബിഈകളും ഉൾക്കൊള്ളുന്ന ആ തലമുറയിൽ ഇത്തരമൊരു ഏർപ്പാടുണ്ടായിരുന്നില്ല. അവരെ കുറിച്ച് അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ, മുൻകടന്നു വന്ന മുഹാജിറുകളും അൻസ്വാറുകളും അവരാരെങ്കിലും ചെയ്തിട്ടുണ്ടോ?
ഈ ചോദ്യം ഇടക്കിടക്ക് ചോദിക്കുമ്പോ അത് മുസ്ലിയാക്കന്മാർക്ക് വലിയ തലവേദനയാ. അപ്പൊ തിരിച്ചിങ്ങോട്ട് ചോദിക്കും, സ്വഹാബി ചെയ്തിട്ടുണ്ടോ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഉത്തമ തലമുറകൾ ആളുകൾ ചെയ്തിട്ടുണ്ടോ? ഈ ചോദ്യത്തിനൊന്നും അർത്ഥമല്ലാതെ പിന്നെ എന്തിനാ അർത്ഥമുള്ളത്? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിനോ? നിങ്ങൾ ചെയ്ത് ആർക്ക് വേണം? നിങ്ങൾ ചെയ്ത് ആർക്ക് വേണം? ഈ അടുത്ത കൊല്ലം, കഴിഞ്ഞ കൊല്ലം, ഇക്കൊല്ലം എന്തൊക്കെ വാണ്ടാത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പരപ്പനങ്ങാടി ഞങ്ങളുടെ ഭാഗത്തൊക്കെ സർക്കസാണ്, വടിമക്കേറി സർക്കസ്, തല കുത്തിയം പറഞ്ഞ സർക്കസ്. അബൂബക്കറൊക്കെ അങ്ങനെ സർക്കസ് നടത്തിയിരുന്നെങ്കിൽ ഞങ്ങൾ അതിന്റെ മുകളിൽ കയറുമായിരുന്നു. മനസ്സിലായോ? അപ്പൊ എന്തെങ്കിലും കാര്യം അബൂബക്കർ ചെയ്തോ എന്ന് ചോദിക്കുമ്പോ, ഉമർ ചെയ്തോ എന്ന് ചോദിക്കുമ്പോ തെളിവില്ലാതെ കാണുമ്പോ നിങ്ങൾ തിരിച്ചൊരു ചോദ്യം, ആ ചോദ്യത്തിന് എന്താ പ്രസക്തമുള്ളത്? പ്രസക്തി ഉണ്ട്, അതിനെ പ്രസക്തി ഉള്ളു മുസ്ലിയാരെ. ആ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. കാരണം എന്താണെന്നറിയോ? ഇമാം ഔസായി പറയാണ്, ഇസ്ബിർ നഫ്സക അല സുന്ന വഖിഫ് ഹൈതു വഖഫൽ ഖൗം വൽഖുൽ ബിമാ ഖാലു വകുഫ് അമ്മാ കഫൗ വസ്ലുക് സബീല സലഫിക സാലിഹ ഫഇന്നഹു യസഉക മാ വസിഅഹും. നീ ഖുർആനും സുന്നത്തും പിന്നെ പിടിച്ചു അവിടെ ഉറച്ചു നിൽക്കണം. ഖൗമ് നിന്നടത്ത് നിൽക്കണം. ഏതാ ഖൗമ്? സ്വഹാബികൾ നിന്നടത്ത് നിൽക്കണം. അവർ മതിയാക്കിയടത്ത് നീ മതിയാക്കണം. അവരുടെ മാർഗത്തിലേക്ക് നീ പ്രവേശിക്കണം. ഇമാം ഔസാഇ പഠിപ്പിച്ചത്. അതേപോലെ തന്നെ ഇബ്നു മസ്ഊദ് പറയുകയാണ്, മൻ കാന മിൻകും മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത. മരിച്ചുപോയവരുടെ ചര്യകളെ നിങ്ങൾ പിൻപറ്റണം. അന്നത്തെ കാലഘട്ടത്തിൽ ഇബ്നു മസ്ഊദ് പറയാൻ കാരണം എന്താ? ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഫൽ ഹയ്യു ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന, അവനിലെ ഫിത്നക്ക് സാധ്യതയുണ്ട്. മരിച്ചുപോയ സ്വഹാബികൾ, അവരുടെ മാർഗ്ഗം നിങ്ങൾ സ്വീകരിക്കണം. ഉലൈക സ്വഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ പ്രവാചകന്റെ സ്വഹാബികളാ. കാനു അഫ്ദല ഹാദിഹിൽ ഉമ്മ, അവർ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരായിരുന്നു. വഅബറഹ ഖുലൂബ, ഏറ്റവും നല്ല ഖൽബിന്റെ ഉടമകളായിരുന്നു. ആഴമുള്ള ഇൽമുള്ളവരായിരുന്നു. ജാടകളും നാട്യങ്ങളും ഇല്ലാത്തവരായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹവർത്തിത്വത്തിന് വേണ്ടിയും അള്ളാഹ് തിരഞ്ഞെടുത്ത ആളുകളാകുന്നു ഇവർ. അതുകൊണ്ട് അവർ ചെയ്തോ മതത്തിൽ നമുക്കത് അംഗീകരിക്കാം, അത് മാതൃകയാക്കാൻ തർക്കമില്ല. അവർ ചെയ്യാത്ത ഒരു കാര്യം ഈ വർഷവും കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും നിങ്ങൾ പുതിയതായി ഓരോന്ന് കൊണ്ടുവന്ന് അതിനെല്ലാം മതത്തിന്റെ ലേബലൊട്ടിച്ചാൽ അത് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ ഈ വിദാത്തും ശിർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് നരകത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത്. ഇമാം അബ്ദുൽ ഹമീദ് പറയാ, അൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്നമാ ഹുവ ഫീ കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി വമാ കാന അലൈഹി സലഫുഹാ മിൻ അഹ്ലി ഖുറൂനി സലാസത്തിൽ മശ്ഹൂദി ലഹും ബിൽ ഖൈരിയത്തി അലാ ലിസാനി സ്വാദിഖിൽ മസ്ദൂഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ഉത്തമ തലമുറ എന്ന് ലോകത്ത് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ആ ആളുകൾ ചെയ്തെന്നോ അതാണ് ദീന്, അതാണ് വിശ്വാസം. മാത്രമല്ല മുസ്ലിയാക്കന്മാരെ സ്റ്റേജിൽ കയറുമ്പോ നിങ്ങളൊക്കെ പറയാറില്ലേ, ഇതാ പ്രവാചകന്റെ മുമ്പ് 71 വിഭാഗമായി പിരിഞ്ഞും 72 വിഭാഗമായി പിരിഞ്ഞും എന്റെ ഉമ്മത്തി 73 വിഭാഗമായി പിരിയും. എല്ലാവരും നരകത്തിലേക്കാം, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക്. അവരാരാ? മുസ്ലിയാക്കന്മാരെന്ന് പറഞ്ഞത് അവരുണ്ടാക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്യുന്ന ആളുകൾ എന്നാണോ പറഞ്ഞത്? അല്ല. ഇന്ന് ഞാനും എന്റെ സ്വഹാബത്തും നിലക്കൊണ്ട പാത. അങ്ങനെ തെളിവ് കൊണ്ടുപോവാ. ഇന്നത് അബൂബക്കർ ചെയ്തു, ഇന്നത് ഉസ്മാൻ ചെയ്തു, ഇന്നത് അലി ചെയ്തു, ഇന്നത് സ്വഹാബികൾ ചെയ്തു റളിയല്ലാഹു അൻഹും. അങ്ങനെ തെളിവ് കൊണ്ടുവന്നാൽ നമുക്കത് മാതൃകയാക്കാവുന്നതാണ്. മാത്രവുമല്ല, നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഇതാ നിങ്ങൾ എനിക്ക് ശേഷം ജീവിച്ചിരുന്നാൽ ഒരുപാട് ഭിന്നതകൾ കാണാം. എന്ത് വേണം നിങ്ങൾ? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ഖുലഫാഉർ റാഷിദുകളുടെ, അതായത് സ്വഹാബികളുടെ ശേഷമുള്ള പ്രവാചകന്റെ ഭാര്യമാരൊക്കെ ജീവിച്ച തലമുറ, അവരിൽ ആരുമില്ലാത്ത ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്യുമ്പോൾ അത് ദീനിന്റെ ഭാഗമായി മാറുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്നും ചോദിക്കും, തലവേദനയായി നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. സ്വഹാബത്ത് ചെയ്തോ എന്ന്, താബികൾ കണ്ടോ എന്ന്, അവർ പ്രവാചകനിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ എന്ന്. ഇവരാർക്കും സ്നേഹം ഉണ്ടായിരുന്നില്ലേ എങ്കിൽ അത് പറയും. അവർക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർ ജാതി നടത്താഞ്ഞത്, അതുകൊണ്ട് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യാഞ്ഞത്. പ്രവാചകന്റെ ഭാര്യമാര് പ്രവാചകൻ മരിച്ചിട്ട് എത്ര കൊല്ലം ജീവിച്ചിരുന്നു? വേണ്ട. അതിനുശേഷം 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില്, 2-ാം നൂറ്റാണ്ടില്, 1-ാം നൂറ്റാണ്ടില് ഇവിടെ കഴിഞ്ഞുപോയ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ്, ഇമാം ദാറുൽ ഹിജ്റ, ഇമാം മാലിക് ബിൻ അനസ്, അതേപോലെ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി, തെളിയിക്കാൻ പറ്റും ഏതെങ്കിലും മദ്ഹബിന്റെ ഇമാമുമാര് നബിദിനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരക്ഷരം പറഞ്ഞു എന്ന് ഈ ഉസ്താദുമാർക്ക് ഇവിടെ തെളിയിക്കാൻ സാധിക്കോ? ഇല്ല. അതിന് പോരിശ പറയുന്ന എന്തെങ്കിലും ഒരു വാക്ക് മദ്ഹബിന്റെ ഇമാമുമാര് പറഞ്ഞോ? ഇല്ല. അതിനുശേഷം വന്ന ആ ഇമാമുമാരുടെ മൻഹജിനെ ഫിഖഹിന്റെ വിഷയത്തിൽ പിൻപറ്റിയിട്ടുള്ള മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാർ, ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ, അവരാരും പറഞ്ഞിട്ടില്ല എന്ത് ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ട്, ഇങ്ങനെ ഒരു കാര്യം സുന്നത്തുണ്ട് എന്ന്. നേരെ മറിച്ച് അവരൊക്കെ പറഞ്ഞത് എന്താ? ഇത് ബിദ്അത്താണ്,
ഇത് ബിദ്അത്താണെന്ന് ആരൊക്കെ പറഞ്ഞു? ഒന്ന് അൽ ഹാഫിദ് അബുൽ ഖൈർ സഖാവി, അല്ലാമത്തു സാലിഹി, അൽ ഹാഫിദ് ഇമാദുദ്ദീൻ ഇബ്നു കസീർ, താജുദ്ദീൻ അൽ ഫാക്കിഹാനി, ഇബ്നുൽ ഹാജ് അൽ മാലിക്കി, അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി, മൗഹൂബ് ബിനു ഉമർ അൽ ജസ്രി അശ്ശാഫിഈ, സയ്യിദ് ബക്കരി അസ്സുർഖാനി, ഇമാം അൽ അല്ലാമ ദഹീറുദ്ദീൻ ജാഫർ തസ്മന്ദി, അൽ അല്ലാമ ശൈഖ് നസീറുദ്ദീൻ, ഇമാം ഷാത്തിബി, ഇമാം അബൂ ഷാമ, അബൂ അബ്ദുല്ലാഹി അൽ മാലിക്കി, അബ്ദുസ്സലാം ഖിദർ അശ്ശുഖൈരി. ഇവരൊക്കെ പറഞ്ഞെന്നറിയോ? ഇതൊക്കെ ബിദ്അത്താണ്. ഇവരൊക്കെ പറഞ്ഞ ബിദ്അത്താണ് എന്ന്. കുല്ലു ബിദ്അത്തിൻ ദലാല വ കുല്ലു ദലാലത്തിൻ ഫിന്നാർ. കുല്ലു ബിദ്അത്തും അമേദ്യം മോശം. പിന്നെ നല്ലതും ചീത്തവും വേറെ വേറെ തെരഞ്ഞെടുക്കാനില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പുതിയതായ മതത്തിൽ കടന്നു വരുന്ന എല്ലാം ചീത്ത ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വക ഒരു നല്ലതും ചീത്തവും വേർതിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആരെങ്കിലും വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഷാപരമായ വേർതിരിക്കൽ മാത്രം. അതുകൂടി കേട്ടോ, അതല്ല നിങ്ങളുടെ വലിയ ബേജാറ്. ഇവര് ഹസനത്ത് എന്ന് പറഞ്ഞു അത് പറഞ്ഞ പണ്ഡിതന്മാരെ സംബന്ധിച്ച് ശാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ പറയുന്നു. ഒന്ന് ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി, അദ്ദേഹം പറയാണ് വശറുൽ ഉമൂരി മുഹദസാതുഹാ. ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു ഹജർ പറയുന്നു അൽ മുഹദസാത്തു അൽ മുറാദു ബിഹാ മാ ഉഹദിസ വലൈസ ലഹു അസ്ലുൻ ഫി ശർഇ ويسمى في عرف الشرع بدعة وما كان له أصل يدل عليه الشرع فليس ببدعة. മതത്തിന് വല്ല പ്രാമാണികമായ തെളിവുമുണ്ടെങ്കിൽ, ഇസ്ലാമിൽ വല്ല അടിസ്ഥാനവുമുണ്ടെങ്കിൽ അത് ബിദ്അത്തല്ല. ഫൽ ബിദ്അത്തു ഫീ ഉർഫി ശർഇ മദ്മൂമത്തുൻ ബിഖിലാഫി ലുഗതി ഫഇന്ന കുല്ല ശൈഇൻ ഉഹദിസ അലാ ഗൈരി മിസാലിൻ യുസമ്മാ ബിദ്അത്തൻ സവാഅൻ കാന മഹ്മൂദ ഔ മദ്മൂമ. നല്ലതാകട്ടെ ചീത്തതാകട്ടെ, നല്ലതാകട്ടെ ചീത്തതാകട്ടെ, തപ്പിക്കോളി, സവാഅൻ കാന മഹ്മൂദ ഔ മദ്മൂമ. മഹ്മൂദാണെങ്കിലും ശരി, മദ്മൂമാണെങ്കിലും ശരി, മതത്തിന് എതിരായ ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ വല്ലവനും കൊണ്ടുവന്നാൽ മതത്തിന്റെ ഭാഷയിൽ അത് ബിദ്അത്താണ്. അത് എല്ലാം അതിൽ പെടും. ഭാഷാപരമായി വേണമെങ്കിൽ അതിനെ ബിദ്അത്തുൻ ഹസന എന്ന് വേണമെങ്കിൽ വേർതിരിക്കാം ഭാഷാപരമായി. ഏതുപോലെ ഇമാം ഷാത്തിബി പറയാ ഇന്നമാ സമ്മാഹാ ബിദ്അത്തൻ ബിഇഅ്തിബാരി ളാഹിരിൽ ഹാലി മിൻ ഹൈതു തർക്കിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വത്തഫഖ അന്ന ലം തഖഅ ഫീ സമാനി അബീ ബക്കർ ലിഅന്ന ഹാദാ ബിദ്അത്തുൻ മിൻ ഹൈതുൽ മഅന. ഉമർ റളിയല്ലാഹു തറാവീനെ കുറിച്ച് ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഷാപരമായ സാന്ദർഭികമായ പ്രയോഗം മാത്രമാണ്. ഉമറിന്റെ അബൂബക്കറിന്റെ കാലത്ത് ഒഴിവാക്കി എന്നുള്ളത് കൊണ്ട് മാത്രം. നേരെ മറിച്ച് ബിദ്അത്തല്ല. റസൂലിന്റെ കാലത്ത് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്, അത് ജമാഅത്തായിട്ടും ഉണ്ടായിട്ടുണ്ട്, അപ്പൊ അത് 11 റക്അത്തായിട്ടും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തിനാ ബിദ്അത്ത് എന്ന് പറഞ്ഞത്? അബൂബക്കറിന്റെ കാലത്ത് അടക്കി വെച്ച് നിന്നുപോയി, പിന്നെയും അത് തുടങ്ങിയപ്പോ ഭാഷാപരമായിട്ട് അതിന് ബിദ്അത്ത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇമാം ഷാഫി പറയാണ് വഇൻദ ദാലിക ഫലാ യജൂസു അൻ യസ്തദില്ല ബിഹാ അലാ ജവാസിൽ ഇബ്തിദാഇ ബിൽ മഅനൽ മുതകല്ലിം ഫീഹി ലിഅന്നഹു നൗഉൻ മിൻ തഹരീഫിൽ കലിമി അൻ മവാദിഇഹി. ഉമറിന്റെ വാക്ക് വെച്ചുകൊണ്ട് വല്ലവരും നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങളെ ബിദ്അത്തുൻ ഹസന എന്ന് ന്യായീകരിച്ചാൽ അത് പണ്ട് ജൂതന്മാർ ചെയ്ത പണിയാണ്. തഹരീഫുൽ കലിമി അൻ മവാദിഇഹി. അതിന്റെ അർത്ഥം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നാട്ടുകാർ കേട്ടിട്ട് നിങ്ങളെ പറ്റി മോശമായ ധാരണ വരണ്ട. തഹരീഫുൽ കലിമി അൻ മവാദിഇഹി ജൂതന്മാരുടെ സ്വഭാവമാണ് ഈ ചെയ്യുന്നത്. ഏത്? ഉമറിന്റെ വാക്കി വെച്ചുകൊണ്ട് ബിദ്അത്തിനെ ന്യായീകരിക്കുക എന്നുള്ളത്. അപ്പൊ സഹോദരന്മാര്, ഇങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ ബിദ്അത്ത, ചിലര് പറഞ്ഞ ബിദ്അത്തുൻ ഹസന. അത് ഈ നിലക്ക് ഭാഷാപരമായിട്ടുള്ളതല്ലാണ്ട് ഇനി ഒരാളെ ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ നമുക്ക് ദീൻ തെളിവാവോ? അതെങ്ങനെ ദീൻ തെളിവാവും? ശരി, ഇനി ഇത് ആഘോഷിക്കുന്ന ഈ ആളുകളുടെ അവസ്ഥ എന്താ? ഇവർക്കത് പറയാൻ കഴിഞ്ഞ സുന്നത്താണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞ സുന്നത്താണ്, അത് സമർത്ഥിക്കേണ്ടതുമുണ്ട്, തെളിവ് കൊണ്ടുവരേണ്ടതുമുണ്ട്. ഒരു കാര്യം സുന്നത്തമാകണമെങ്കിൽ ഇവിടെ പറഞ്ഞല്ലോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, പറഞ്ഞു, സ്വഹാബികൾ ചെയ്തു. എന്നാൽ അവരാരും ചെയ്തിട്ടില്ല എന്ന് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. 1-2 മാത്രം ഇവിടെ സാമ്പിളിന് വേണ്ടി വായിക്കുന്നു. ഇവർ എഴുതി വെച്ചു. ഒന്നെന്താണെന്നറിയോ? അടിസ്ഥാനപരമായി മൗലിദ് ബിദ്അത്താണ്. ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായി മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ലാതെ പിന്നെ എങ്ങനെ മുസ്ലിംമാർ അത് ദീനാകുക? നിങ്ങൾക്ക് എന്ത് മനസ്സ് തോന്നുക? അതൊക്കെ എങ്ങനെ ദീനായി മാറുമോ? ഓരോ കാലത്ത് നിങ്ങൾക്ക് പലതും തോന്നുക. കൊല്ലം ഒരു ദീൻ, അടുത്തുള്ള പുതിയ ദീൻ, അടുത്തുള്ള പിന്നെ വേറെ ദീന്, അങ്ങനെ ഓരോ കൊല്ലവും ദീനുണ്ടാക്കിയ ലോകം ഖിയാമത്ത് നാളാവുമ്പോൾ എന്താവും ഈ ദീനിന്റെ അവസ്ഥ? അവസാനിച്ചില്ല. റബീഉൽ അവ്വലിൽ നബിയുടെ ജന്മദിനാഘോഷം കൊണ്ടാടുന്ന രീതിയും സ്വഹാബികളുടെ കാലത്തോ ഉത്തമ നൂറ്റാണ്ടുകളിലോ ഉണ്ടായിരുന്നില്ലെന്ന് ശരിയാണ്. അത് ശരിയാണ് എന്നതുകൊണ്ടാണ് നിങ്ങൾ ഇത് ശരിയാ ഈ ബിദ്അത്ത് കൊണ്ടാടുമ്പോൾ തെറ്റാ ഞങ്ങൾ പറയണത്.
ഈ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ സ്വഹാബത്തിന്റെ കാലത്തുണ്ടായിരുന്നില്ല, അവസാനിച്ചില്ല. ഒട്ടനവധി സ്ഥലത്ത് നിങ്ങൾ അത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. അതുകൊണ്ട് അതിനെ കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല. ഒന്നും നിർദ്ദേശിക്കാത്ത ഒരു കാര്യം ഇതൊക്കെ നിങ്ങൾ പുസ്തകങ്ങളിൽ എഴുതി വെക്കുക. എന്നിട്ട് പാവങ്ങളായ ആളുകളെ കൊണ്ട് ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോ അവരെ കൊണ്ട് ഈ ബിദ്അത്ത് ചെയ്യിപ്പിച്ചിട്ട് നരകത്തിന് വഴിയിലേക്ക് കൊണ്ടുപോകുക.